ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വഴുതലങ്ങയും തേങ്ങയും ചേർത്ത ഒരു അടിപൊളി റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തിന് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണിനകത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സവാളയാണ് വേണ്ടത്. സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സവാള ഒന്ന് ചൂടാവണം. ചൂടായി എന്ന സമയത്തിന് നമുക്കിനി വഴുതലങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതലങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ തയ്യാറാക്കി നമുക്കത് കഴിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. ഇതൊക്കെ ആവി കയറിയാൽ തന്നെ വെന്ത് കിട്ടുന്ന റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി. അപ്പോൾ ഇതുപോലെ ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അതായത് ഇതുപോലെ വാടി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലൊരു ചെറിയ ഒരു മൊരിവായിട്ടുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ വഴുതലങ്ങയും ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചെയ്യാതെ പച്ച തേങ്ങ ചിരകിയതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ചില്ലി ഫ്ലെക്സ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് തേങ്ങയുടെ അളവൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് നാരങ്ങ നീര് ഒരു 2-3 തുള്ളി മതിയാകും. അതായത് നമ്മൾ പകുതി നാരങ്ങ മൊത്തവും ചേർക്കുന്നില്ല. നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞ അളവിലായത് കാരണം 2-3 തുള്ളി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം കൂടി ഒന്ന് നമുക്കിത് അടച്ച് വെക്കാതെ ഇതുപോലെ ഇളക്കുക. നല്ല വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചില്ലി ഫ്ലെക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് ഒരു പീസ് പുറത്തു പോയതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടത്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയതുണ്ട്. ഒരു ഇച്ചിരി പകുതി നാരങ്ങ മൊത്തം ചേർക്കേണ്ട. നമുക്ക് കുറഞ്ഞ അളവ് സാധനമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് പകുതി കുറച്ച് ജ്യൂസ് മാത്രം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അടിപൊളി മണവും ടേസ്റ്റും എല്ലാം ഉള്ളൊരു വഴുതലങ്ങ വെഴുക്കാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ചെറിയൊരു പുളിപ്പും ഉപ്പും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല വെന്ത് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും കാപ്പിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള കണ്ടു നോക്കുക. ഇത് ചെയ്യുന്നവർ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.